ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇഷ ഹെർബ്സിൻ്റെ ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീമാണ്. ഇത് ഹാൻഡ് ആൻഡ് ഫുഡ് അല്ല, ഫുൾ ഓൺ ബോഡിയിൽ യൂസ് ചെയ്യാം. ഫേസ് ഒഴിച്ച് ഫുൾ ഓൺ ബോഡിയിൽ യൂസ് ചെയ്യാം. ഫേസിൽ യൂസ് ചെയ്യാമോ എന്ന് വെച്ചാൽ യൂസ് ചെയ്യാം, പക്ഷേ കുറച്ച് ഓയിൽ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചിലർക്ക് ബ്രേക്ക് ഔട്ട്സ് വരും കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞുതരാം. നമ്മുടെ കാലിലുണ്ടാകുന്ന വെടിച്ചീറൽ, റിങ്കിൾസ്, പിഗ്മെൻറ്റേഷൻ, സൺടാനൊക്കെ മാറി കൈയൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആക്കി വെക്കാൻ, റിങ്കിൾസൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ക്രീമാണ്. അപ്പോൾ നമ്മളോട് എപ്പോഴും വാങ്ങിക്കുന്നവർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു ക്രീം ഇങ്ങനെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നത്. ഇത് 50 ഗ്രാമും ഇത് 250 ഗ്രാമും ആണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കെമിക്കൽ ബേസ് ആയിട്ടുള്ള ക്രീം ബേസോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. ഇതിൻ്റെ ബേസ് വരുന്നത് ഓയിലാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ തിക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് ഇതുപോലെ നമ്മുടെ കയ്യിലൊന്ന് ഇതുപോലെ ഒന്ന് എടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാം ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കണ്ടോ. നമ്മൾ വാം ചെയ്യുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റാവും, നല്ലപോലെ സ്പ്രെഡ് ആവും. ജസ്റ്റ് നമ്മുടെ കയ്യിൽ രണ്ടിലും ഒന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ക്ലെൻസിങ് ബാം ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഫേസിൽ മേക്കപ്പ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം തന്നെ നമ്മൾ പിന്നെ ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യണം. കാരണം ഓയിൽ കണ്ടൻറ്റ് ഉള്ളത് നമ്മൾ പോഴ്സിലൊക്കെ ഇറങ്ങിയാൽ ചിലപ്പോൾ ബ്രേക്ക് ഔട്ട്സ് വരും. ആ ഒരു ഇതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഫേസിൽ നല്ല ഡ്രൈ സ്കിന്നുകാർക്ക് ഫേസ് ക്രീമായിട്ടും യൂസ് ചെയ്യാം. നല്ലപോലെ നമ്മുടെ കയ്യിലിങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മതിയാവും. അപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ ഏറ്റവും വലിയൊരു ഇത്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയൊരു ഗ്യാരണ്ടി, ഇതിനകത്ത് യാതൊരുവിധ പ്രിസർവേറ്റീവ്, കളേഴ്സ് ഒന്നും, കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു ക്രീം അല്ലെങ്കിൽ ക്രീം ബേസ് ചേർത്ത പോലെ ഒരു ഫ്ലഫി ആയിട്ടുള്ള ക്രീം ആയിരിക്കില്ല, തിക്കായിട്ടായിരിക്കും. ഇതുപോലെ നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നാച്ചുറൽ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പ്രൊഡക്ട്സ് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് ചെയ്യാം. ബൈ.